അസ്സലാമു അലൈക്കും. വിച്ചൂസ് കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നെത്തോലി പീര. ഇതിനായി ഞാനിവിടെ 300 ഗ്രാം നെത്തോലിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നെത്തോലി പീരയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 2 കഷ്ണം കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അരപ്പ് തയ്യാറാക്കാൻ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, 8 കൊച്ചുള്ളി, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ചതച്ചെടുക്കാം. തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നെത്തോലി മീൻ ഇട്ട് കൊടുക്കാം. അരപ്പിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, പുളിവെള്ളം തന്നെ മതിയാകും. ഫ്ലെയിം ഓൺ ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ചട്ടി നന്നായി ചൂടായി മീനിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി മീൻ ഉടഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെക്കേണ്ട, തുറന്ന് വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. നെത്തോലി പീര വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് താളിച്ചൊഴിക്കാം. ഇതിനായി പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇഞ്ചി നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി മൊരിയിച്ചെടുക്കാം. നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നെത്തോലി പീരയിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. നെത്തോലി പീര വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.